നമസ്കാരം. നമ്മളിൽ ഏതൊരാൾക്കും ജോലി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. ആ ജോലിയോടൊപ്പം നമുക്ക് പെൻഷൻ കൂടി ലഭ്യമാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഒരു കാലം കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടല്ലോ, അതിനപ്പുറം നമുക്ക് പെൻഷൻ കിട്ടുമല്ലോ. പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. ഇന്ന് നമുക്ക് ഇടയിൽ ഒരുപാട് പ്രായമായ ആൾക്കാർക്കൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട്, നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അത് കോപ്പി ചെയ്ത് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ സർക്കാർ ജോലിനെയാണ് കൂടുതൽ എല്ലാ ആൾക്കാരും ആശ്രയിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സർക്കാർ ജോലി ആകുമ്പോൾ നമുക്കൊരു സമയം വരെ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടും. എന്നാൽ കുറച്ച് വർഷം മുമ്പ് വരെ പെൻഷൻ ഒരു അടിപൊളി സിസ്റ്റമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു അടിപൊളി സിസ്റ്റം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അതിൻ്റെ റീസൺ, ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും കിട്ടുന്ന എമൗണ്ടിൽ നിന്ന്, അവരുടെ സാലറി എമൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് അതൊരു പെൻഷൻ സിസ്റ്റം ഫണ്ടിലേക്ക് അവർ ഷെയർ ചെയ്യുന്നൊരു സിസ്റ്റം, ലൈക്ക് കോൺട്രിബ്യൂട്ടഡ് പെൻഷൻ സിസ്റ്റം. അങ്ങനെയാണ്. നമ്മൾ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, സർക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് പ്രൈവറ്റ് കമ്പനി അങ്ങനെ തന്നെയാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് കമ്പനിയിൽ പെൻഷനൊന്നും ഇല്ല, പക്ഷേ വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ലൈക്ക് സർക്കാരിലൊരു പോസ്റ്റിൽ കയറാണ്, ബേസിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ്, ഒരു 30,000 സാലറി കിട്ടാണ്. 30,000 കുറേ കട്ടിങ്, ഇൻഷുറൻസ്, പെൻഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കട്ടിങ് ചെയ്ത് അവസാനം ഒരു 10,26,000 രൂപ കിട്ടുള്ളൂ. ഒരു 5,000 രൂപയും കട്ടിങ്ങിനായിട്ട് പോയിട്ട് ബാക്കി 25,000 കൊണ്ടാണ് ഇവൻ ജീവിക്കുന്നത്. ആ 5,000 രൂപ വെച്ചിട്ട് നോർമലി എത്രയോ വർഷം കഴിയുമ്പോൾ അവന് പെൻഷൻ കിട്ടും. ഇനി ബേസ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ 5,000 രൂപ കൊണ്ടുപോയിട്ട് നല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ പോലും നമുക്ക് ഈ പറഞ്ഞ കാലത്ത് പെൻഷന് നമുക്ക് എത്രയാണ് കിട്ടുന്നത്, അതിനേക്കാൾ എത്രയോ, അതിൻ്റെ 10 ഇരട്ടി വേണമെങ്കിൽ പൈസ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടായിട്ട് നമുക്ക് NPS-ലേക്ക് നമുക്ക് പെൻഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇടാനും പറ്റും. സോ ഞാൻ പറഞ്ഞു തീർപ്പിക്കുന്നില്ല. ഞാനിന്ന് പറയാൻ പോകുന്നത് 3 പെൻഷൻ സ്കീമാണ്. ഏതൊരു സാധാരണക്കാരനും, എന്ത് ജോലി ചെയ്യുന്നവർക്ക് നമുക്കും ഇത്തരത്തിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് ഒരു പീരീഡ് വെക്കാം. ആ പീരീഡിൽ നമുക്ക് പെൻഷൻ കിട്ടാനുള്ള ഒരു സെറ്റപ്പാണ്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ NPS ആണ്. ഇന്ന് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ളൊരു പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. നമുക്ക് ഒരു 50,000 രൂപ വരെ നമുക്ക് വേണമെങ്കിൽ പെൻഷൻ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം, ഒരു മാസം ചെയ്യണം. 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 1,500 മുതൽ ഒരു 3,000 രൂപ വരെ മന്ത്ലി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി, സ്പെൻഡ് ചെയ്താൽ മതി എമൗണ്ട്. അപ്പോൾ സ്പെൻഡ് ചെയ്ത് പെൻഷനിൽ പോകുന്നു. ആ ഫണ്ട് മൊത്തം അവിടെ ഇങ്ങനെ ലോഡായി വലിയ എമൗണ്ട് ആവുന്നു. അത് അവസാനമാകുമ്പോഴേക്കും കൃത്യമായിട്ട് നല്ലൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, അതിൽ നിന്നൊരു റിട്ടേൺ വരുന്നു. നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് പെൻഷൻ, ആ റിട്ടേൺ ആണ് നമുക്ക് ഈ പെൻഷനായിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ പദ്ധതി, NPS എന്ന് പറയും. NPS-ൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്, നാഷണൽ പെൻഷൻ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നത്, അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ, എല്ലാ കാര്യങ്ങളും കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഫുൾ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗൈഡ് ലൈൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. NPS-ൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പാൻ കാർഡ് കിട്ടും, പെർമനൻറ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ, അത് കിട്ടും. പാൻ കാർഡില്ലേ, അതേ സെയിം പാൻ കാർഡിൻ്റെ പോലത്തെ ഒരു കാർഡാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ സെറ്റപ്പ്. പിന്നെ നമ്മൾ അതിൽ ഫണ്ട് ലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും. അവസാന കാലം കിട്ടുമ്പോൾ പെൻഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു സ്കീമുണ്ട്, അതിന്റെ പേര് എന്ന് പറയുന്നത് അടൽ പെൻഷൻ യോജന. ഇതും ഗവൺമെന്റ് പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി പ്രകാരം ഏകദേശം 5,000 രൂപ വരെ നമുക്ക് പെർ മന്ത് പെൻഷൻ കിട്ടാനുള്ള പദ്ധതിയുണ്ട്. ഒരു ദിവസം ഒരു 7 രൂപ വെച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു സ്കീം 2015 മെയ് 9 ലോഞ്ച് ചെയ്തത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ്. 60ാമത്തെ വയസ്സിൽ നമുക്ക് പെൻഷൻ നമുക്ക് ലഭ്യമാകും. മന്ത്ലി നമുക്ക് പെൻഷൻ 1,000, 2,000, 3,000, 4,000, 5,000 ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ചെറിയൊരു എമൗണ്ടേ കിട്ടുള്ളൂ, പക്ഷേ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീം തന്നെയാണ്. ചിലർക്ക് 5,000 രൂപയൊക്കെ മതിയാവും. ഒരു സാധാരണ പാവപ്പെട്ടവനൊക്കെ ഒന്നുമില്ലാത്തവനെ സംബന്ധിച്ച് 7 രൂപ വെച്ചിട്ട് അടക്കുക, 10 ദിവസത്തേക്ക് 70 രൂപ, ഒരു മാസം ചെറിയൊരു 360 രൂപയോ സംതിങ് ചെറിയ എമൗണ്ടേ വരുള്ളൂ അടൽ പെൻഷൻ യോജന. അപ്പോൾ എല്ലാവരും 300, 350 രൂപ ഇന്ന് അടക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസത്തെ പണിക്കൂലിയായിരിക്കും സാധാരണക്കാരൻ്റെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ പെൻഷൻ സ്കീമിലേക്ക് മെമ്പറായി, അപ്പോൾ അത് നമുക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്തു വെക്കുക. അടൽ പെൻഷൻ യോജനയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നൊക്കെ ബ്രൗഷർ ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മലയാളത്തിൻ്റെ ബ്രൗഷർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നു, ഇതിൻ്റെ ഫോംസ്, എൻറോൾമെൻറ്റ് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പദ്ധതിയൊക്കെ വേണമെങ്കിൽ ബാങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്ത് അവർ തന്നെ ഇത് സെറ്റപ്പ് ചെയ്തു. ഇനി മൂന്നാമത്താണ് ഒരു സരൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞിട്ട്, സരൽ പെൻഷൻ സ്കീമാണ്. ഇത് LICക്ക്, SBIക്ക് ഉണ്ട്. ഞാനിപ്പോൾ SBIയുടേതാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. LIC ആണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. SBIക്കും ഉണ്ട്. LICയുടെ സ്കീം പ്രകാരം 12,400 രൂപ നമുക്ക് പെൻഷൻ കിട്ടും. അതിൽ വയസ്സ് എന്ന് പറഞ്ഞാൽ 40 മുതൽ 80 ആണ്. മിനിമം 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഒരു എമൗണ്ട് നമുക്ക് ലംസമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് ഒരു സമയമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പെൻഷനായിട്ട് നമുക്ക് ആ എമൗണ്ട് നമുക്ക് കിട്ടും. അതാണ് ആ ഒരു പദ്ധതി കൊണ്ട്, സരൽ പെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു കണക്കിൽ ഈ പെൻഷൻ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്പെസിഫൈഡ് 2,500, 5,000 രൂപ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട്
ഫണ്ടിൽ മന്ത്ലി ഇടുക. മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10-65 വയസ്സാകുമ്പോൾ ഈ ഒരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള പൈസ ആയിട്ടുണ്ടാവും. ഈ പൈസ നിങ്ങൾ എടുത്തിട്ട് അതേപോലെ ഒരു നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൻഷൻ സിസ്റ്റത്തിലോ ഏതെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അവിടുത്തെ റിട്ടേൺ മാത്രം മാസം ആ റിട്ടേൺ വരും. ആ റിട്ടേൺ നിങ്ങളുടെ ഒരു SBI അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയാം. നിങ്ങളുടെ ബണ്ടിലായിട്ടുള്ള ഇട്ട ഫണ്ട് ഇനി കൃത്യമായിട്ടുള്ള റിട്ടേൺ ഓരോ മാസമായിട്ട് വരും. എന്നിട്ട് അത് പെൻഷൻ എന്ന് വിചാരിച്ചിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫണ്ട് അവിടെ ഉണ്ട്, ഈ പൈസ നിങ്ങൾ യൂസ് ചെയ്യുക. അതാണ് ഒരു കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള നീക്കം ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ സ്കീമുകൾ പ്രകാരമൊക്കെ ചെറിയൊരു പെർസെൻറ്റേജ് കിട്ടുള്ളൂ, പക്ഷേ ഇവിടെ സെക്യൂരിറ്റി കുറച്ച് കൂടുതലാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓഹരി വിപണിയെ പോലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. ഇതൊക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഫണ്ടാണ്. റിട്ടയർമെൻറ്റ് സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കീമുകൾ പല പ്രൈവറ്റ് കമ്പനിയും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വിശദമായിട്ട് തന്നെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുക. കൂടുതലായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.